മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളുടെ സാഹചര്യത്തിൽ ഐസ് ഒരതി പോലുള്ള പാനീയങ്ങൾ കോഴിക്കോട് നഗരത്തിൽ കോർപ്പറേഷൻ താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ കൂടുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യവാരം വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കുമേൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ ബീന ഫിലിപ്സ് അറിയിച്ചു. കൂടാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കുമേൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. ജില്ലയിൽ ഈ വർഷം ഏപ്രിൽ വരെ 132 പേരാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാസം 2 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. കോർപ്പറേഷനിലും പല ഭാഗങ്ങളിലും പകർച്ചവ്യാധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എന്നാണ് മേയറുടെ വിശദീകരണം. ഐസ് ഒരതി ഉണ്ടാക്കുന്ന വെള്ളം നല്ലതല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിനെതിരെ ജാഗ്രത നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഐസ് ഒരതി പോലുള്ള പാനീയങ്ങൾ താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. നഗരത്തിൽ ഇതിനു മുൻപും ഇതുപോലുള്ള പാനീയങ്ങൾ നിരോധിച്ചിരുന്നു. ബീച്ചുകളിലും റോഡ് സൈഡുകളിലും ഒരുപാട് തൊഴിലാളികളാണ് ഐസ് ഒരതി വിറ്റ് ജീവിക്കുന്നത്. എന്നാൽ പകർച്ചവ്യാധിയുടെ സാഹചര്യത്തിൽ ഐസ് ഒരതി പോലുള്ള പാനീയങ്ങൾ നഗരത്തിൽ കോർപ്പറേഷൻ താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരിക്കാനായി 14-ന് ജൂബിലി ഹാളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ കൗൺസിലർമാർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ ADS പ്രതിനിധി തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തും. പകർച്ചവ്യാധികളെ തടയുന്നതിനായി ഹോട്ടലുകളിൽ കുടിവെള്ളം പരിശോധിച്ച് ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശം നൽകുകയും കോർപ്പറേഷൻ അറിയിച്ചു.